സാധാരണയായി ഈ സിനിമകൾ വരുന്നത് പല തരത്തിലാണ്. ഒന്നുകിൽ പുരാണ കഥകളായിരിക്കും, അല്ലെങ്കിൽ സംവിധായകൻ്റെ മനസ്സിൽ തോന്നുന്ന ഫാൻറ്റസികളായിരിക്കും. ഭൂതത്തെക്കുറിച്ച്, പ്രേതത്തെക്കുറിച്ച്, മാലാഖയെക്കുറിച്ച്, ഇങ്ങനെ പല പല സാധനങ്ങൾ സിനിമയിൽ വരും. ചില ത്രെഡുകൾ കാണും, ചില പോയിന്റുകൾ കാണും, ബാക്കി ഭാവനയായിരിക്കും. ഇപ്പോൾ മണിച്ചിത്രത്താഴ് എന്നൊക്കെ പറയുന്ന ഒരു ത്രെഡിൽ നിന്നുള്ള ഭാവനയാണത്. അങ്ങനെ ഒരുപാട് സിനിമകൾ വരും. ഈ സിനിമകൾ വരും, അത് കാണുന്നവർ കാണും, കാണാത്തവർ കാണില്ല. അതിനെ ഒന്നും ഒരു രാഷ്ട്രീയ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് ഒന്നാമത്തെ എൻ്റെ സ്റ്റാൻഡ്. രണ്ട്, ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിര് കടക്കാതിരിക്കാൻ വേണ്ടി സെൻസർ ബോർഡുണ്ട്. സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ്, യു സർട്ടിഫിക്കറ്റ്, AU സർട്ടിഫിക്കറ്റ്, B സർട്ടിഫിക്കറ്റ്, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കും. അപ്പോൾ ഒരു സംവിധാനത്തിനകത്തു നിന്ന് മാത്രമേ സിനിമയൊക്കെ എടുക്കാൻ കഴിയുകയുള്ളൂ. കേരള സ്റ്റോറി, ഒന്നാമത്തെ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ആ സിനിമയിൽ ലവ് ജിഹാദാണ് വിഷയം. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം ഇങ്ങനെ നടക്കുകയാണ്. ക്രിസ്ത്യാനികളായ, ഹിന്ദുക്കളായ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ കല്യാണത്തിനല്ലാതെ, ജീവിത പങ്കാളി അല്ലാതെ മോഹിപ്പിച്ച് വിവാഹം കഴിച്ച് ട്രാപ്പ് ചെയ്ത്, ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു യുവാവ് തന്നെ ഒരുപാട് സ്ത്രീകളെ ട്രാപ്പ് ചെയ്ത് അവരെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി വിറ്റ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കഥകൾ പറയുന്നു, കെട്ടുകഥകളും വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിംസ് അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ കുറച്ച് വരുന്ന തീവ്രവാദ സ്വഭാവത്തിലുള്ള പണത്തിന് വേണ്ടി ചെയ്യുന്ന, ഇപ്പോൾ ആവശ്യമില്ലാത്ത രാജ്യവിരുദ്ധ യുദ്ധമൊക്കെ നടത്തുന്നവരെ കണ്ടിട്ടില്ലേ? പഹൽഗാം യുദ്ധമൊക്കെ നമ്മൾ കണ്ടത്, പഹൽഗാമിലൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു ചെറു വിഭാഗം ഇങ്ങനെ ചെയ്യുന്നുണ്ടാകാം, ചെയ്യാതിരിക്കാം. ചെയ്യാതിരുന്നാലും ഇല്ലെങ്കിലും സിനിമ എന്ന് പറയുന്നത് സിനിമയായി കണ്ടാൽ മതി. കലയുടെക്കപ്പുറം അതിനകത്തൊരു വേറെ, ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ ആക്ഷേപഹാസ്യം പറയുന്നു. കുഞ്ചൻ നമ്പ്യാർ പറയുന്ന ആക്ഷേപഹാസ്യം എല്ലാം നടന്നതാണോ? ഒന്നുമല്ല. ആ കലയുടെ രൂപത്തിൽ നിൽക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അതിനെ പൊളിറ്റിക്കൽ അജണ്ടയാക്കി മാറ്റി, അതെല്ലാം ഏതെങ്കിലും പാർട്ടികളുടെയോ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ അജണ്ടകളാക്കി മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ രണ്ടാം കേരള സ്റ്റോറി വന്നപ്പോഴാണ് ഇതിൻ്റെ ചർച്ച. രണ്ട് കാര്യം നടക്കുന്നുണ്ട്. രണ്ടാം കേരള സ്റ്റോറിയുടെ ഒരു പ്രശ്നം, രണ്ടാം കേരള സ്റ്റോറിക്കാർ തന്നെ പറയുന്നു, കേരള സ്റ്റോറി സെക്കൻഡ് എന്ന് പറയുന്നത് കേരളത്തെക്കുറിച്ചല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ, രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നതാണെന്നാണ്. അതിൽ പിന്നെ ഹിന്ദു ബ്രാഹ്മണ കുട്ടികളെയും ഹിന്ദു കുട്ടികളെയും പർപ്പസായി കൊണ്ടുപോകുന്നു. പിന്നെ ലവ് ജിഹാദിലൂടെയും മറ്റ് പ്രേരണകളിലൂടെയൊക്കെ കൊണ്ടുപോകുന്നു. അവർക്ക് ഭക്ഷണം വെജിറ്റേറിയൻ മാത്രം കഴിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് ബീഫ് വായ്ക്കകത്ത് കുത്തിക്കയറ്റുന്നു. ഇങ്ങനെ ബീഫൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കുറേ കഥകളുണ്ട്. കഥകൾ ഏതായാലും അങ്ങ് അതിനിപ്പം കഥയാണെന്ന് വിചാരിക്കുക, മോശപ്പെട്ടൊരു കഥയാണെന്ന് വിചാരിക്കുക. എന്നാലും ആ കഥയെ സമൂഹം കാണുകയും തള്ളുകയോ കൊള്ളുകയോ സമൂഹം എന്തോ ചെയ്തോട്ടെ. സമൂഹത്തിൽ കലാപം ഉണ്ടാകാത്തിടത്തോളം കാലം, ആരെങ്കിലും വ്യക്തിപരമായി വേദനിപ്പിക്കാത്തിടത്തോളം കാലം, ഏതെങ്കിലും മതത്തിലെയോ ജാതിയെയോ ഒക്കെ വ്യക്തിപരമായി ഉപദ്രവിക്കുന്നതിന് പകരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനാണ് നമുക്കിവിടെ എന്തുള്ളത്? സെൻസർ ബോർഡുള്ളത്. അപ്പോൾ സെൻസർ ബോർഡ് ഇത് പരിശോധിക്കുന്നു, അതിന് അനുവാദം കൊടുക്കുന്നു. സെൻസർ ബോർഡ് പരിശോധിച്ച് അനുവാദം കൊടുത്തിട്ട് കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ സീതയുടെ ഒരു പേരുമായി ബന്ധപ്പെടുത്തി ഇതുപോലെ കുറേ വിഷയങ്ങൾ വന്നു. ഇപ്പോൾ സീത എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു കഥാപാത്രമായി ഇന്ത്യൻ ജനത കാണുന്നത് കൊണ്ടായിരിക്കാം അതിൻ്റെ സമരം വന്നു. ഇപ്പോൾ ഈ സമരം വരുന്നു, ഈ സിനിമ എടുക്കും. അപ്പോൾ സിനിമ എടുക്കുന്നവരും സിനിമ കാണുന്നവരും സിനിമ വിലയിരുത്തുന്നവരും സിനിമയ്ക്ക് അനുവാദം കൊടുക്കുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ്, ബഹുസ്വര ശബ്ദമുള്ള രാജ്യമാണ്. ആ ശബ്ദത്തിന് ഉറച്ച് സംസാരിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഏതെങ്കിലും ഒരു സിനിമയോ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് അതിലേതെങ്കിലും തീവ്രവാദികളെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് മുഖ്യധാര രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്ത് അതിൻ്റെ പുറത്ത് ബീഫ് ഫെസ്റ്റ്, ബെറോട്ട ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പൊളിറ്റിക്കൽ അജണ്ടയാക്കുന്നത് എങ്ങനെ? ഇതൊരു പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി പിടിക്കുന്നതിനും മതങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നതിനുമുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് എത്രയോ സിനിമകൾ വന്നു. പല സിനിമകളും നഷ്ടത്തിലാണ് പോയത്. ഇപ്പോൾ നമ്മുടെ അലി അക്ബർ എന്ന് പറയുന്ന അദ്ദേഹം 1921 വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തു, ഈ മാപ്പിള കലാപത്തെ കൊണ്ട്. അത് നഷ്ടത്തിലാണ് പോയത് പുള്ളിക്ക്. അതെടുത്തത് കൊണ്ട് ഇവിടെ എല്ലാ ഹിന്ദുക്കളും പോയി ആ സിനിമ കണ്ടോ? ഉടനെ എല്ലാ ഹിന്ദുക്കളും കൂടെ പോയ സിനിമ കണ്ടിട്ട്, രാമഭദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, എല്ലാ ഹിന്ദുക്കളും കൂടെ എങ്കിൽ പിന്നെ ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം കുറച്ച് RSSും
ഹിന്ദു സംഘടനകളും കുറച്ച് ശക്തമാണല്ലോ, എങ്കിൽ പിന്നെ പോയി മുസ്ലിങ്ങളെ അടിച്ച് കൊന്നുകളയാം, പകരം ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഭരണഘടനയുണ്ട് ഇവിടെ. ഇത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ഗ്ലോറിഫൈ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയമെന്ന് നിൽക്കുന്നവർ, ആക്ടിവിസ്റ്റുകളായി നിൽക്കുന്നവർ, പൊതുരംഗത്ത് നിൽക്കുന്നവർ, ഇല്ലാത്ത ഇപ്പോൾ ഒരു സംവിധാനം സംബന്ധിച്ചുള്ള ഗുണം എന്താണ്? അദ്ദേഹത്തിന് ആവശ്യമുള്ള പബ്ലിസിറ്റി കിട്ടുകയാണ്. സോഷ്യൽ മീഡിയ, വാട്സപ്പ്, യൂണിവേഴ്സിറ്റി എല്ലായിടത്തും പബ്ലിസിറ്റി കിട്ടുകയാണ്. പുള്ളിക്ക് ഒരു ചെറിയ ചിത്രം എടുത്താൽ ഒരു കേരള സ്റ്റോറി ഒന്നെന്നിട്ട്, റിയൽ കേരള സ്റ്റോറി എന്നിട്ട് വലിയ പബ്ലിസിറ്റി കിട്ടി, അവാർഡും കിട്ടി. റിയൽ സ്റ്റോറി, കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ് ഗോസ് ബിയോണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കുന്നു, അതേ ഇവിടെയല്ല മധ്യപ്രദേശ് എന്ന് പറയുന്നു, അദ്ദേഹത്തിന് ഇനി അവാർഡ് കിട്ടാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർനാഷണലായിട്ട് ശ്രദ്ധിക്കും. എന്തിനാണ് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്? മനഃശാസ്ത്രം, മോബ് സൈക്കോളജി എന്നൊരു സാധനമുണ്ട്, സമൂഹത്തിൻ്റെ മനഃശാസ്ത്രം. സമൂഹ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ചില കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യലാണ്, ചില കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യലാണ്, ചില കാര്യങ്ങൾക്ക് പബ്ലിസിറ്റി കൊടുക്കാതിരിക്കലാണ്. അത് ഇഗ്നോർ ചെയ്യുകയും അവോയ്ഡ് ചെയ്യുകയും പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വിഷയം ആരും ചർച്ച ചെയ്യാതെ പോകുന്നത്. പ്രത്യേകിച്ച് മതവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെയിട്ട് അലക്കി ചർച്ച ചെയ്ത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കൂടുതൽ ആളുകൾ ആ സിനിമ കാണും എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ഏതെങ്കിലും വിഭാഗക്കാർ, ഇപ്പോൾ മുസ്ലിം സംഘടനകളിലെ തീവ്രവാദി വിഭാഗമോ, മിതവിഭാഗം ഇതൊന്നും ചെയ്യുന്നില്ല, വിഭാഗമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അവർക്ക് എന്തെങ്കിലും 4 വോട്ട് കിട്ടട്ടെ എന്ന് വെച്ചാൽ അവരോ, ഇടതുപക്ഷക്കാരോ 5-6 വോട്ട് കിട്ടട്ടെ, പിന്നെ ഒരു മുസ്ലിങ്ങളുടെ 10 വോട്ട് കിട്ടട്ടെ എന്ന് വെച്ചാൽ അവരോ ഇത് ചെയ്താൽ സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, വ്യാപകമായ അപ്പുറത്തുനിന്ന് ഇതിന് പ്രചരണം കൊടുക്കും. അങ്ങനെ കാണാത്തവരും കൂടെ പോയി എന്ത് കാണും? പിന്നെ ഫ്രീ കാണലൊക്കെ നടക്കും, ധാരാളം ഫ്രീ കാണലൊക്കെ നടക്കും. അങ്ങനെ ഒരു സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകേണ്ട ഒരു വിഷയത്തെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരുതരം അധമ രാഷ്ട്രീയമുണ്ട്. അത് മാറ്റിവെക്കേണ്ടതാണ്. നമ്മൾ വരട്ടെ, സിനിമ താല്പര്യമുള്ളവർ കാണട്ടെ, താല്പര്യമില്ലാത്തവർ കാണാതിരിക്കട്ടെ, അത് വിലയിരുത്തട്ടെ, വിലയിരുത്താതിരിക്കട്ടെ, അതിനൊരു സെൻസർ ബോർഡുണ്ട് ഇവിടെ, അല്ലെങ്കിൽ കോടതി പോയി പരാതി കൊടുക്കാം, കോടതി പരിശോധിക്കട്ടെ. അതിനപ്പുറമുള്ള ഗ്ലോറിഫിക്കേഷനും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നരേഷനും കൊടുത്തുകൊണ്ട് ഓരോരുത്തരും മുന്നോട്ട് വരുന്നത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെപ്പോലുള്ള ആളുകളൊക്കെ വന്ന് അങ്ങ് തള്ളി മറിക്കുകയാണ്. ഇതേ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണല്ലോ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത്. മുഖ്യമന്ത്രി എന്തേ ഒന്നും പറഞ്ഞില്ല. ഇതേ മുഖ്യമന്ത്രി ഉള്ളപ്പോഴാണല്ലോ ഇവിടെ ചേകന്നൂർ മൗലവിയെ കാണാതായത്. മുഖ്യമന്ത്രി എന്തേ പറഞ്ഞില്ല. പക്ഷേ ആ ചേകന്നൂർ മൗലവിയെ കാണാതായത് ശരിയല്ല എന്ന് മുസ്ലിമിലെ നല്ലൊരു ഭാഗം പറയുന്നുണ്ട്. തീവ്രവാദി വിഭാഗമാണ് എതിർത്ത് നിൽക്കുന്നത്. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് ശരിയല്ല എന്ന് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുനീർ സാഹിബും അടക്കമുള്ള മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുന്നത് കൈവെട്ടിയത് ശരിയായില്ല എന്ന്. അപ്പോൾ മുസ്ലിം വിഭാഗത്തിലെ എല്ലാവരും തീവ്രവാദികളല്ല, ഹിന്ദു വിഭാഗത്തിലെ എല്ലാവരും തീവ്രവാദികളല്ല. സംഘപരിവാർ എടുത്തു കഴിഞ്ഞാൽ സംഘപരിവാർ RSS തീവ്രവാദ സംഘടനകളാണ്, ഒന്നുമല്ല. അതേസമയം തീവ്രവാദത്തിലേക്ക് പോകുന്ന ഒരുപാട് ഹിന്ദു സംഘടനകളുമുണ്ട്. മുസ്ലിം എന്ന് കേട്ടാലുടനെ തലയ്ക്ക് പെരുക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് കേട്ടാൽ തലപെരുക്കുന്ന ഒരുപാട് തീവ്ര ഹിന്ദു സംഘടനകളുമുണ്ട്. ക്രിസ്ത്യാനികളിൽ തീവ്ര ക്രിസ്ത്യൻ സംഘടനകളുണ്ട്. ഒരു മൈനോറിറ്റിക്ക് പണം കിട്ടുന്നു, വിദേശ സഹായം കിട്ടുന്നു, ആയുധ സഹായം കിട്ടുന്നു, സൈന്യത്തിൻ്റെ സഹായം കിട്ടുന്നു, സൈന്യം മീൻസ് പരിശീലനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ആളുകൾ തീവ്രവാദികൾ, മാവോയിസ്റ്റുകൾ, നക്സലൈറ്റുകൾ, ഒരു ചെറു വിഭാഗമുണ്ട് രാഷ്ട്രീയത്തിലുള്ള ആണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയത്തിലെ തീവ്രവാദികളാണ് മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും. മതങ്ങളിലെ തീവ്രവാദികളാണ് ഞാൻ ഈ പറഞ്ഞ സംഘങ്ങൾ. അവരെ എതിർക്കണം. ആരെതിർക്കണം? ഭൂരിപക്ഷം നിന്ന് എതിർക്കണം. ഇത് ഭൂരിപക്ഷത്തിനിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ, ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ മതമല്ല ഞാൻ പറഞ്ഞത്, ഹിന്ദുവല്ല ഉദ്ദേശിച്ചത്, ഹിന്ദുക്കളായും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളാവുന്ന ഭൂരിപക്ഷവും തീവ്രവാദികളാവുന്ന ന്യൂനപക്ഷവും. അങ്ങനെയാണ്. തീവ്രവാദികളാവുന്ന ന്യൂനപക്ഷത്തെ തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ മതഭീകരവാദത്തിലേക്കോ പോകാത്ത ഭൂരിപക്ഷം നിന്ന് ഒന്നിച്ചു നിന്ന് എതിർക്കുന്നതിന് പകരം ആ എതിർക്കേണ്ടവർ തന്നെ ഭിന്നിച്ച് നിന്ന് കാര്യങ്ങൾ വോട്ട് ബാങ്കാക്കി മാറ്റുന്നതിനുള്ള വളരെ മനോഹരമായ ചെയ്തികളാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഒരു കാരണവശാലും അത് അനുവദിക്കാവുന്നതല്ല. ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുക. ദയവായി ഇത്തരം കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യരുത്.